വെൽക്കം ബാക്ക് ടു ദ ന്യൂ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന താർ റോക്സുമായിട്ടാണ്. റെഡ് താർ നല്ല രസമുണ്ട് ആ വണ്ടി കാണുക. ഞാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിഫൻഡറിന്റെ പോലെ സൈഡിൽ ബോക്സും കാര്യങ്ങളും എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് കസ്റ്റമർ പിടിപ്പിച്ചിട്ടുണ്ട്. അത് പുതിയ വണ്ടി, റെഡ് വണ്ടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് പുതിയ ഓരോ വണ്ടികളുടെ വിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വണ്ടികൾ മാത്രമല്ല, നമ്മൾ ട്രിപ്പ് പോകുന്ന വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ പുതിയ പുതിയ കാഴ്ചകൾ കാണാനുണ്ട്. എല്ലാ വീഡിയോ ആയിട്ട് ഞാൻ ഇതിൽ വരുന്നതായിരിക്കും. അന്നേരം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം വീഡിയോയിൽ കാണാം. 2025 മോഡൽ താർ റോക്സിൻ്റെ ഹെഡ്ലൈറ്റാണ്. റൗണ്ട് ഹെഡ്ലൈറ്റ്, സി പോലെ വന്നിരിക്കുന്ന LED, നടുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റും, പിന്നെ ബൾക്കായിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രില്ല്, 4 ഹോളുണ്ട്. അതിൻ്റെ നടുക്ക് ക്യാമറയും വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ പഞ്ച് ചെയ്ത മഹേന്ദ്ര എന്ന് പറയുന്നൊരു ലെറ്ററിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ DR വന്നിട്ടുണ്ട്, ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. പഴയ 2024 മോഡൽ ബമ്പർ തന്നെയാണ്, സെയിം. പിന്നെ താർന്നുള്ള പഞ്ചിങ് ഇല്ലെന്നുള്ളു. സൈഡിലോട്ട് വരുമ്പോൾ ഗ്ലാഡിങ് ഉണ്ട്, ആൻറ്റിന ഉണ്ട്, ഡോർ ഹിഞ്ച് സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ 360 ആയതുകൊണ്ട് അടി ക്യാമറയുണ്ട്. താഴെ മിറർ അസംബ്ലിയുടെ താഴെ 19 ഇഞ്ച് വരുന്ന ഒരു അലോയ് വീലും ഉണ്ട്. ഫുഡ് സ്റ്റെപ്പും വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് ഭാഗത്ത് പോയാലും ഒരു ഡോർ ഹിഞ്ച് കാണാം. മിററിൻ്റെ താഴെ ഒരെണ്ണം പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ താർ റോക്സ് എന്നുള്ള സ്റ്റിക്കറും ഉണ്ട്. ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ തന്നെ നല്ല വൈറ്റ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഒരു ഡോർ പാഡ് ഉണ്ട്. ഡോർ പാഡിനകത്ത് തന്നെ മിറർ അസംബ്ലിയുടെ സ്വിച്ചും പവർ വിൻഡോയുടെ സ്വിച്ചും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ സ്വിച്ചും. കീലെസ് ആണ് വന്നിരിക്കുന്നത്. ഫുൾ വൈറ്റ് ആണ് വണ്ടി. ചെളി പറ്റാൻ നല്ല പ്രശ്നം ഉണ്ടായിരിക്കും. അത് അന്നേരം സീറ്റ് കവർ മാറ്റി യൂസ് ചെയ്യേണ്ട അവസ്ഥ വരും. പിന്നെ ഒരു 10.2 ഒരു ഇൻഫോടൈമിൻ്റെ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഒരു ക്ലസ്റ്റർ ഉണ്ട്. ഒരു നല്ലൊരു ക്രൂയിസ് കൺട്രോൾ കൂടിയൊരു സ്റ്റിയറിംഗ് വീലാണ്. വൈറ്റ് സീറ്റും കാര്യങ്ങളുമാണ്. ഹാംറസ്റ്റും വൈറ്റ് ആണ്. പനോരമയ്ക്ക് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ 5 ഡോറിൻ്റെ ഇവിടെയാണ് അതിൻ്റെ ഹാൻഡിൽ വരുന്നത്. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം വൈറ്റാണ് സീറ്റ് പുറകെ വന്നിരിക്കുന്നത്. നല്ല രീതിയിലൊന്ന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട്. AC വെൻറ്റും പിന്നെ ഫോണൊക്കെ കയറ്റി വെക്കാൻ പറ്റുന്ന സെറ്റപ്പും ഉണ്ട്. പിന്നെ 4 സൈഡിലും ഡോർ ഹാൻഡിൽസ് ഉണ്ട് പിടിക്കാനുള്ളത്. പിന്നെ പുടിൽ ലാമ്പുണ്ട്. പുടിൽ ലാമ്പ് നിൽക്കുക, റൂഫിൻ്റെ അവിടുത്തെ ലാമ്പ്. ഇതിൻ്റെ ഇപ്പുറത്താണ് സൺറൂഫ് വരുന്നത്. ബാക്ക് വ്യൂവിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു അലോയ് വീൽ വെച്ചിട്ടുണ്ട്. ഈ ഡോർ ഹാൻഡിൽ സെയിം തന്നെയാണ്. ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ആഫ്റ്റർ മാർക്കറ്റ് കസ്റ്റമർ പിടിപ്പിച്ചാണ്. ഇന്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഇൻഫോടൈൻമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ 2 AC വെൻറ്റ് റൗണ്ടിലുള്ളത്. ഡാഷ്ബോർഡ് വന്നിരിക്കുന്നത് 4 AC വെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ പതിയെ ഓപ്പണായി വരും. പിന്നെ അതുപോലെ തന്നെ 2 ഗ്ലാസ് വെക്കുന്നത് ആംറസ്റ്റിൻ്റെ ഭാഗമുണ്ട്. പിന്നെ ബ്രേക്ക് ഇടുന്ന സെറ്റപ്പാണ്. ഹാൻഡ് ബ്രേക്ക്. വണ്ടി പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോ പാർക്കിങ്ങും ഉണ്ട്, അല്ലാത്ത പാർക്കിങ്ങും ഉണ്ട്. പിന്നെ വലിയൊരു പനോരമയ്ക്ക് സൺറൂഫുണ്ട്. 2025 ലേറ്റസ്റ്റ് ഇറങ്ങിയ താർ റോക്സ് 4 വീൽ ഡ്രൈവ് AXLൻ്റെ ഇൻറ്റീരിയൽ ഭാഗമാണ്. ഇൻഫോടൈൻമെൻ്റ് എന്ന് പറയുമ്പം 10.2 എന്ന് പറയുന്ന സൈസ് വരുന്ന ഇൻഫോടൈൻമെൻ്റ് ആണ്. 4 വീൽ ഡ്രൈവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷന് വരുന്നത് കീലെസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുഷ്യൻ നമ്മുടെ ചാരി ഇരിക്കുന്ന ഭാഗം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ടോട്ടും ബാക്കോട്ടും നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 19 ഇഞ്ചിൻ്റെ ഒരു സ്റ്റോക്ക് അലോയ് ആണ് വന്നിരിക്കുന്നത്.
പുതിയ മോഡൽ വണ്ടിയുടെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള വ്യൂ ആണ് ഇത്. നല്ല സി ടൈപ്പ് വരുന്നൊരു ഹെഡ്ലൈറ്റാണ്. DR ലൈറ്റും വരുന്നുണ്ട്. പിന്നെ പുറകിലെ ടെയിൽ ലാമ്പ് കസ്റ്റമർ ആഫ്റ്റർ മാർക്കറ്റ് പിടിപ്പിച്ചതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ എന്നാൽ.